ഇന്നലെ ഞങ്ങളുടെ ഫോട്ടോജി പോകണമെന്നുള്ള ഞങ്ങളുടെ പ്ലാനൊക്കെ ഏകദേശം ചമ്മി പോകാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അത്യാവശ്യം ഇന്നലെ നീ കല്യാണത്തിന് പോയില്ല, അതുകൊണ്ടല്ല മിനിങ്ങാന്ന്. ഓക്കെ സോറി, ഇന്നലെ എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് പോകാൻ പറ്റില്ല. ഫ്ലാഷ് ബാക്ക്. സോ ഗായ്സ്, ഇപ്പൊ സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി എല്ലായിടത്തും കറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താൽ വന്നതെങ്കിലും എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ലോഗിൻ ചെയ്യേണ്ടതെന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ 5 o'clock ആയി ഫിനിഷ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും. സോ നൗ വി ആർ ഹെഡിങ് ടു ഗ്രാൻഡ് മോൾ. ഇപ്പൊ ഗോപു എന്റെ കൂടെ ഉണ്ട്, അവളാണ് ക്യാമറ പഠിക്കുന്നത്. പിന്നെ ഓൺ ദ വേ വിൽ മീറ്റ് സംബഡി സ്പെഷ്യൽ. അതെന്തായാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. നാളെയാണ് കല്യാണം, ബാക്കി പരിപാടികളൊക്കെ. സോ അതിനുശേഷം ഫോർട്ട് കൊച്ചി പോകാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും. Here I come. Here I come. സോ എല്ലാ വഴി കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ ഗ്രാൻഡ് മോളിലെത്തി. അങ്ങനെ കാര്യങ്ങളൊന്നും വാങ്ങാനുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ മിസ്സിംഗ് ആയതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. സോ ഈ വീഡിയോൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ ഞങ്ങൾ കയറിപ്പോൾ ചേട്ടനൊന്ന് ചിരിച്ച് കാണിച്ചു, നീ ഒന്നും വാങ്ങത്തില്ല എന്നുള്ള ചേട്ടൻ്റെ ഭാവം. വാങ്ങത്തില്ല എന്നുള്ള മോഡിൽ ഞങ്ങളും നടന്നുപോയി. സോ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് മാക്സിലോട്ടായിരുന്നു. ബിക്കോസ് നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാക്സിലാണ്. എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കുഞ്ഞാവേൻ്റെ ബാപ്റ്റിസമാണ് ടുമോറോ. സോ വി ആർ പ്ലാനിങ് ടു ഗോ ദാറ്റ്. ഇതൊരു സർപ്രൈസ് ആണ്, ഞാൻ വരുന്നവരെ അവർക്ക് ആർക്കും അറിയത്തില്ല. ബട്ട് ഐ സോ വാണ്ട് ടു ബൈ സംതിങ് ഫോർ ദ കിഡ്. അപ്പം ഞാനൊരു സാധനം കണ്ടു ഗൈസ്. സോ ക്യൂട്ടല്ലേ, എന്ത് കുഞ്ഞാണ് നോക്ക്. സോ ലെറ്റ്സ് ബൈ സംതിങ് ഫോർ ദം. അവിടെ നിന്ന് എനിക്ക് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ബേബി ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. കണ്ടോ ഗൈസ് എൻ്റെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ. സോ യാ വി ബോട്ട് ഒരു കുഞ്ഞി ഉടുപ്പ് ഫോർ അവർ ബേബി. അപ്പോൾ ഇതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾ. ദിസ് ഇസ് ലുവിൻ. ലുവിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗോപുവിൻ്റെ ഫിയോൻസിയാണ്. ആൻഡ് ഗോപു ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആൻഡ് ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. എൻ്റെ വ്ലോഗ്സ് കണ്ടവർക്കൊക്കെ അറിയാം ഞാനും അവൾ അത്ര ക്ലോസ് ആണെന്നുള്ളത്. സോ ലുവിനും ഞാനും എനിക്ക് അപ്പത്തൊട്ടേ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആളെ അറിയാമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ലുവിനെ പേഴ്സണലി മീറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത്. ഞാനും കൂടെ ആൾ അടിപൊളിയാണോ, ഞാനും കൂടെ അപ്രൂവ് ചെയ്താലും കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഷോ ഇട്ടിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളി മാസമായിട്ടത് പാസ്സായിട്ടുണ്ട് ഗൈസ്. പിന്നെ യാസ് യൂഷ്വലി യു നോ ഗൈസ്, നമ്മളവിടെ പല പെണ്ണുങ്ങളുടെ ഒരു പട്ടിഷ ഉണ്ടായിരിക്കുമല്ലോ, ജസ്റ്റ് എ പാർട്ടിഷ ഫോർ യു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഷോ. കണ്ടോളൂ. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്ക് ഫോർട്ട് കൊച്ചി പോകണം. അവിടെ എന്തുണ്ടായിട്ടാന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പോകണം. അവിടെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവളാണ് എന്നെ അവിടെ അവിടെ കുറേ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൈൻഡ് ഞാനങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ഇറ്റ്സ് ബീൻ സച്ച് എ ലോങ് ടൈം ഞാൻ കൊച്ചിയിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും മിസ് ചെയ്യണ്ട അവിടെ പോകണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതെല്ലാം പോകണമെന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് ഇവളെന്നെ രാവിലെ ഒരു 2 hours പോസ്റ്റ് ആക്കി. No, 1 hour 15 minutes. That's close to 2 hours, bro. And somebody gave me post for like a day. Oh really? Yeah. That was my cousin's wedding. So still ചിലവർ എൻ്റെ അടുത്ത് പറഞ്ഞു that they are going to reach by like around 8-9ish. പക്ഷേ somebody didn't show up because somebody was too busy. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തിരക്കായി പോയി. സോ എന്നെ ഗെറ്റ് ഹോം. ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇന്നലെ നൈറ്റ് ഞങ്ങൾ റൈഡ് പോയിട്ടോ. അതിൻ്റെ ഒന്നും ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾ 3 പേരും ഭയങ്കര ചില്ല് ചെയ്ത് പോയിട്ട് വന്നായിരുന്നു. ടൈം കിട്ടിയില്ല. ദാറ്റ്സ് ട്രൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കല്ലേ പോകുന്നത്? Yeah, we have to drop her bags somewhere. അതിനുശേഷം we'll go. ഓക്കെ, ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് ഒഫീഷ്യലി ഇറങ്ങി ഗൈസ്. എൻ്റെ ബാഗൊക്കെ കണ്ട അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ കൊണ്ടല്ല വന്നത്. അപ്പോൾ ഞങ്ങൾ അത് കൊണ്ടുപോയി ലൂവിൻ്റെ ഷോപ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകാനാണ് പ്ലാൻ. എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത് ഞാൻ പല സമയത്ത് വ്ലോഗ് എടുക്കണം എന്നുള്ള സാധനം പോയി ഞാൻ മറന്നു പോകും. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. Because she just melts to the moment. അപ്പം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് she forgets. അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ എന്തൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. Okay. സോ ഞങ്ങളിവിടെ വന്നത് ലുവിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലുവിനായിരുന്നു നമ്മളെയും കൂട്ടിക്കൊണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. സോ ഈ കാണുന്ന ഹംസാസ് ഗ്രില്ല് ലുവിൻ്റെയും കൂടിയാണ്. സോ ഇത്
എന്തായാലും ഇവിടെ നമുക്കൊരു അടിപൊളി ഫുഡ്സ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം ഗൈസ്. ഇപ്പം ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ഔട്ട്ലുക്ക് കാണിച്ചു തരാണ്. സോ നമ്മുടെ ചാനലിൽ അധികം വൈകാതെ തന്നെ നെക്സ്റ്റ് ടൈം ഞാൻ കൊച്ചിയിൽ പോകുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഹംസാസ് ഗ്രില്ലിൻ്റെ ഉണ്ടാവും. ഓക്കെ, നീ ഇങ്ങനെ വേഷം കിട്ട് കാണിക്കണൊക്കെ വീഡിയോയിൽ വന്നിട്ട് യൂട്യൂബിൽ വരും കേട്ടാ. പറ നീ പറ ഒന്നും ഡിലീറ്റ് ചെയ്യാണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഫ്രഞ്ച് ടോസ്റ്റിലാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഫേമസ് പ്ലേസസ് ഇൻ ഫോർട്ട് കൊച്ചി അല്ലേ? അങ്ങനെയൊക്കെ അവള് പറഞ്ഞത് കേട്ടോ, ഞാനത് വിശ്വസിച്ചറിഞ്ഞു തന്നേക്കാണ്. സോ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് അധികം ഫുഡ് കഴിക്കാനുള്ള വയറില്ല, കാരണം നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ എല്ലായിടത്തും കുറച്ച് ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് പ്ലേസ് എന്ന്. ശരിക്കും ഒരു ഫ്രാൻസ് ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര വൈറ്റ് ഒക്കെ ആയിട്ടും ഏരിയ സോ ഗുഡ്. സോ ദിസ് ഇസ് ദ എൻട്രൻസ് ഓഫ് ഫ്രഞ്ച് ടോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അകത്തും പുറത്തും സിറ്റിംഗ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചെടികളും പ്ലാന്റ്സിനൊക്കെ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ ആ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ. സോ അപ്പോൾ ആദ്യം ഞങ്ങൾ അകത്തിരിക്കാന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് പോയെങ്കിലും പിന്നെ പുറത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചുള്ള മുഖമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്ത് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. സോ ഫൈനലി ഞങ്ങൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു. അയ്യോ, അവൻ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല. വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ സാധനം എന്താണെന്നല്ല ഇപ്പം നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, ഞാനത് മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് എനിക്കിവിടെ പറയാൻ യാതൊരു വഴിയില്ല. എന്താണെന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല സത്യം പറഞ്ഞു. ഫുഡ് വ്ലോഗ്സ് ചെയ്യാൻ ഇതിൽ നല്ല ആൾക്കാർ വേറെ ഇല്ല ഗൈസ്. രണ്ടുപേരും നല്ല ഫുഡീസ് ആണ്. ആൻഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ട്രൈ ചെയ്യാനും പ്ലേസസ് ട്രൈ ചെയ്യാനൊക്കെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ മസ്റ്റായിട്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. ഞാൻ ഇവരുടെ കൂടെ തന്നെ പോകണം. എങ്ങനെയുണ്ടല്ലോ ഇതിന്? എങ്ങനെയുണ്ട്? കൊള്ളാട്ടോ, ശരിക്കും കൊള്ളാം. ചുമ്മാ നല്ലതെന്ന് പറയാനുണ്ടെന്ന് പറയാനല്ലേ. കൊള്ളത്തില്ലെന്നും പറയണം. കൊള്ളത്തില്ലെങ്കിൽ അവളെ വലിയ പീസ് അടിച്ചിട്ട് ക്രിസ്പി പോലും അല്ലായിരിക്കും. അതാണ് ആക്രാന്തം പാടില്ല. ഡിസപ്പോയിന്റഡ് ആയോ ജസ്മി? കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുള്ളൂ. അത്ര ഭയങ്കര സെറ്റപ്പായിട്ട്. ഇത് ലുവിൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്. ഇതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിൻറ്റ് ലൈം സംതിങ് കോൾഡ് അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. ഞാൻ എൻ്റെ പേര് മറന്നു, പക്ഷേ ഇറ്റ് വാസ് റിയലി ഗുഡ്. സോ നമ്മൾ ഓർഡർ ചെയ്ത മിൽക്ക് ഹോട്ട് ചോക്ലേറ്റ് വന്നു. സോ അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഗോപു ആ പയ്യനുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലുവിൻ ആ തിരക്കിലായിരുന്നു ഗൈസ്. അപ്പം സാധാരണ നമുക്കറിയാമല്ലോ, യൂഷ്വലി നമുക്ക് കിട്ടുന്ന പോലെ തന്നെയാണ്. സോ ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് ചോക്കോ പൗഡറും എലോങ് വിത്ത് മിൽക്ക് ആയിരുന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് 2-3 ഇളക്ക് ക്ലിക്കല അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി റെഡിയാവും. എന്നാലും ഞാൻ തന്നെ ചെയ്യുന്നുള്ളൊരു വാശിക്ക് ഗോപു തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗൈസ് അതും ടേസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കുടിച്ചിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ കുട്ടി ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇളക്കലോ പറയുന്നത് പോലെ ഒന്നിലും ഒരു ടേസ്റ്റ് കുറവ് വരാൻ പാടില്ല, അതുകൊണ്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിലാണ് അവൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കൂടുതൽ ഇളക്കലുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇത്രയും ഇളക്കലിടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ഗൈസ്. സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന്. സത്യം വരെ പക്ഷെ മദ്യം കുറവട്ടെ. അത് കുറച്ചും കൂടി ഇളക്കാനുണ്ട് ചോക്ലേറ്റ്. അപ്പം ഈ വരുന്ന ചേട്ടനെ കണ്ടോ ഗൈസ്? ഇത് നമ്മുടെ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ല ഗൈസ്. ചേച്ചി പേടിച്ചു പോയി. എന്നാലും ഈ പരിപാടികളൊന്നും അകത്തോട്ടൊന്നും എനിക്ക് മുഴുവനായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ ചുമ്മാ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വല്ല ഞങ്ങളുടെ കഴിക്കലെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയതാണത്. നേരെ അങ്ങോട്ട് പോയി പറഞ്ഞ് നോക്കി പഠിപ്പിച്ചു ഗൈസ്. അതുകൊണ്ട് ഞാനൊന്നും പക്കത്തോളം തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. നല്ല രസമില്ല കാണാൻ. നല്ല അംബിയൻസ് ഉള്ള ഒരു അടിപൊളി കഫേയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് കൂടെ ചില്ലാനൊക്കെയാണെങ്കിലും സൂപ്പർ. സോ വി ആർ ഡൺ വിത്ത് ദിസ് പ്ലേസ്. നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചേ? വി ഹാഡ് സം ഫ്രഞ്ച് ചീസ് ഫ്രൈസ്. ദെൻ എന്തായിരുന്നു കഴിച്ചേ? ബേൺബാസ് ചീസ് കേക്ക്, ബേൺബാസ് ചീസ്, മിന്റ് ലെമൺ ഐസ് ടീ ആൻഡ് മിൽക്ക് ചോക്ലേറ്റ്.
ഓക്കെ ഇവിടെ പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ടോ. സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. 10 out of 10 എന്നൊന്നും ഞാൻ പറയില്ല ഇപ്പോൾ ദ ഫുഡ്, ബട്ട് ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ചില സാധനങ്ങൾ okay okay-ish, and I will rate it's like 8 out of 10, but the ambience is so good and ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ആൻഡ് നമുക്ക് തോന്നത്തേ ഇല്ല ഒരു ഫ്രഞ്ച് വൈബ്, ഒരു ഗ്രീസ് വൈബ് ഒക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പ്ലേസ്.